വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. മമ്മൂട്ടി നായകനായ ഹനീഫ് അദേനി ചിത്രം ദി ഗ്രേറ്റ് ഫാദർ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ്. പുലിമുരുകനെ പോലെ തന്നെ മലയാളികൾ ആഘോഷമാക്കിയ സിനിമ മമ്മൂട്ടിയുടെ കരിയറിലെയും ഏറ്റവും വലിയ വിജയമാണ് സ്വന്തമാക്കിയത്. ഈ സിനിമയുടെ മൊത്തം കളക്ഷൻ എത്രയാണെന്നതിനെ ചൊല്ലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ചിത്രം ദൃശ്യത്തിൻ്റെ റെക്കോർഡ് തകർത്തെന്നും നിലവിൽ പുലിമുരുകന് പിന്നിൽ 2ാം സ്ഥാനത്താണ് ഗ്രേറ്റ് ഫാദർ എന്നുമാണ് ഒരു വാദം. എന്നാൽ ദൃശ്യത്തിൻ്റെ കേരളത്തിലെ കളക്ഷനെയാണ് ഗ്രേറ്റ് ഫാദർ മറികടന്നതെന്നും അതും ടോട്ടൽ കളക്ഷൻ്റെ റെക്കോർഡുമായി ബന്ധമില്ലെന്നും മറുവാദമുണ്ട്. മമ്മൂട്ടിയുടെ കരിയറിലെ ആദ്യ 50 കോടി ചിത്രമാണ് ഗ്രേറ്റ് ഫാദർ. എന്നാൽ സിനിമയുടെ മൊത്തം കളക്ഷൻ 100 കോടി കടന്നെന്ന സംശയം പല ആരാധകരും ഉയർത്തുന്നുണ്ട്. അതിൽ വാസ്തവമില്ലെന്നും മലയാളത്തിൽ ഒരു 100 കോടി ചിത്രമേ ഉള്ളൂ, അത് പുലിമുരുകനാണെന്നും മോഹൻലാൽ ആരാധകരും പറയുന്നു. വെറും 6 കോടി രൂപ മുടക്കി നിർമ്മിച്ച ദി ഗ്രേറ്റ് ഫാദർ ഒരു ഫാമിലി ത്രില്ലർ ആയിരുന്നു. പൃഥ്വിരാജ് നിർമ്മിച്ച ചിത്രത്തിൽ ആര്യയും സ്നേഹയും സുപ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ.